ആസാദി മലയാളം എന്ന യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന ഫിന്നി എന്നെ സംബന്ധിച്ച് 3 വീഡിയോ ചെയ്യുകയും അതിന് ഞാനൊരു റെസ്പോൺസ് വീഡിയോയും ചെയ്തിരുന്നു. ഇപ്പോൾ ഫിന്നി ഞാൻ ചെയ്ത ആ റെസ്പോൺസ് വീഡിയോയ്ക്ക് മറുപടിയുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ആ ഒരു മറുപടി വീഡിയോയിൽ ഫിന്നി പറയുന്ന പല കാര്യങ്ങളോടുമുള്ള എൻ്റെ ഒരു പ്രതികരണമാണ് ഈ വീഡിയോ. ആ വീഡിയോയിൽ ഫിന്നി സംസാരിച്ചിരിക്കുന്നതിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഫിന്നി പറയുന്നത്, ഫിന്നി കണ്ടിട്ടുള്ള റാഷണൽസ് അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് പറയുന്ന വ്യക്തികൾ വളരെ ഇൻടോളറൻ്റ് ആണ്, അസഹിഷ്ണുതയുള്ള ആൾക്കാരാണ്. അവരെ ആൾക്കാരെ പേഴ്സണൽ അറ്റാക്ക് നടത്തിയിട്ടാണ് അവരുടെ വാദങ്ങൾ ശരിയെന്ന് വരുത്തി തീർക്കാറുള്ളത്. ആ ഒരു പ്രവണത എന്നിൽ കണ്ടില്ല എന്ന് ഫിന്നി പറയുകയുണ്ടായി. രണ്ടാമതായി ഫിന്നി പറയുന്നത്, TPM പെന്തക്കോസ്തൽ സഭ എന്ന് പറയുന്നത് ഒരു മെയിൻ സ്ട്രീം പെന്തക്കോസ്തൽ സഭയായി ഫിന്നി കണക്കാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ അങ്ങനെ കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് പെന്തക്കോസ്തിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അറിവുകേടാണെന്നും ഫിന്നി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ലാതെ TPM ഇതര പെന്തക്കോസ്ത് സഭകൾ, അതായത് IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ എന്നീ സഭകളുടെ പേര് പറഞ്ഞിട്ട് ഫിന്നി പറയുന്നത് അവിടെയെല്ലാം ഗോസ്പൽ ഓഫ് ഗ്രേസ് ആണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെല്ലാം TPMൻ്റെ മാത്രം ഒരു പ്രശ്നമെന്ന രീതിയിലാണ് ഫിന്നി സംസാരിച്ചു കേൾക്കുന്നത്. ഇനി മൂന്നാമതായി അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അലിഗേഷൻ, ഇതാണ് ഞാൻ മെയിൻലി ഈ വീഡിയോ കൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഫിന്നി പറഞ്ഞിരിക്കുന്നത്, മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബൈബിളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ അതിൽ സർവശക്തനും സർവകൃപാലുവും സ്നേഹവാനുമായ ഒരു ദൈവത്തെ ഒന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. നേരെ മറിച്ച് എനിക്ക് ക്രൂരനായ ഒരു ദൈവത്തെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഫിന്നി പറയുന്നത് ഇത് മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് വന്നൊരു ഇൻഫ്ലുവൻസ് ആണ്. യഥാർത്ഥത്തിൽ ബൈബിളിൽ അങ്ങനൊരു ദൈവമേ അല്ല, സ്നേഹവാനായ ദൈവം തന്നെയാണ് ബൈബിളിലുള്ളത് എന്നാണ് ഫിന്നിയുടെ ഒരു വാദം. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിലൂടെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായി ഫിന്നി പറയുന്ന ഈ അസഹിഷ്ണുത, റാഷണൽ അല്ലെങ്കിൽ യുക്തിവാദികളുടെ അസഹിഷ്ണുത എന്ന് പറയുന്ന കാര്യം ഫിന്നിക്ക് എന്നിൽ കാണാൻ സാധിച്ചില്ല എന്ന് പറയുന്ന കാര്യം. ഫിന്നിയോട് എനിക്ക് പറയാനുള്ളത്, ഫിന്നി എൻ്റെ യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമ്, അതേപോലെയുള്ള എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലെ വീഡിയോസ് ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ കമൻറ്റ് സെക്ഷനിലൊന്ന് പോയി നോക്കുക. ഇങ്ങനെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൻ്റെ കമൻറ്റ് സെക്ഷനുകളിൽ ഒന്ന് ഊടാടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടും ഫിന്നിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞായറാഴ്ചകളിൽ വന്ന് അന്യഭാഷയും പറഞ്ഞ് കൈകൊട്ടി ആരാധിക്കുന്ന ഫിന്നിയുടെ വിശ്വാസത്തിലെ വിശ്വാസികളുടെ യഥാർത്ഥ മുഖം നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ ഫിന്നിക്ക് വ്യക്തമായും കാണാൻ സാധിക്കും. ഇനി ഫിന്നിക്ക് അങ്ങനെ നേരിട്ട് പോയി കണ്ടു ബോധിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കുറച്ച് കമൻറ്റുകൾ, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയ കുറച്ച് കമൻറ്റുകൾ കാണിച്ചിട്ട് ഫിന്നിയെ മനസ്സിലാക്കി തരാം. ഇത് കണ്ടിട്ട് ഫിന്നി പറയണം ആർക്കാണ് യഥാർത്ഥത്തിൽ ഇൻടോളറൻസ് ഉള്ളതെന്ന്. ഫിന്നി പറയുന്ന റാഷണൽസിൽ നിന്നും അല്ലെങ്കിൽ ഏത്തിയിസ്റ്റായിട്ടുള്ള ആളുകളിൽ നിന്നും ഉള്ള ഇൻടോളറൻസ് എന്ന് പറയുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഞാനൊരു വിശ്വാസിയായിരുന്നപ്പോൾ എനിക്കും ഇതേ ഒരു ഒപ്പീനിയൻ ആയിരുന്നു ഈ റാഷണൽസ് അല്ലെങ്കിൽ ഏത്തിയിസ്റ്റായിട്ടുള്ളവരോട്. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ ഒരു മറുപടി വീഡിയോയിൽ ഫിന്നി തന്നെ സംസാരിക്കുന്നുണ്ട്, ദൈവത്തിനെ അറിയണമെങ്കിൽ അനുഭവത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. യുക്തിയിലൂടെ നമുക്കൊരിക്കലും ദൈവത്തിനെ അല്ലെങ്കിൽ ലോജിക്കിലൂടെ ദൈവത്തിനെ മനസ്സിലാക്കുക അത് നടക്കുന്നൊരു കാര്യമേ അല്ല. അപ്പോൾ ഒരു വിശ്വാസി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവം മാത്രമാണ്, നിങ്ങൾക്ക് കൃത്യമായ തെളിവുകളില്ല. ബൈബിളിൽ തന്നെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, വിഷ്ഫുൾ തിങ്കിങ്, ആ ഒരു സാധനമായിട്ടാണ് വിശ്വാസത്തിനെ ബൈബിൾ തന്നെ കണക്കാക്കുന്നത്. അപ്പോൾ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇരിക്കെ മറ്റ് പുറത്തു നിൽക്കുന്ന ഈ പറയുന്ന റാഷണലോ ഏത്തിസ്റ്റോ ആയിട്ടുള്ളവർ കൃത്യമായൊരു ക്രിട്ടിക്കൽ ചോദ്യം ചോദിക്കുമ്പോൾ വല്ലാതെ നമ്മളെ അത് അസ്വസ്ഥരാക്കും. ഈ അസ്വസ്ഥത ഒരു വിശ്വാസിക്ക് തോന്നുന്നത് അതൊരിക്കലും ഒരു യുക്തിവാദിയുടെ കുറ്റമല്ല. അയാൾ വളരെ സ്വാഭാവികമായും യുക്തിപരമായ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒഫൻഡഡ് ആയിത്തീരും. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഫിന്നി പറയുന്ന ഈ ഇൻടോളറൻസ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അയാൾ വിഷ്ഫുള്ളി ശരിയാകണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തിന് എതിരെ ഒരു ചോദ്യം വരുമ്പോൾ അയാൾക്കതൊരു പേഴ്സണൽ അറ്റാക്കായിട്ട് തോന്നുന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ അവിടെ ഇൻടോളറൻസ് കാര്യങ്ങൾ പൊതുവിൽ കാണാറില്ല. പിന്നെ വ്യക്തിപരമായി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ, ഞാൻ എന്തിന് ഇൻടോളറൻ്റ് ആവണം എന്നൊരു ചോദ്യമാണ് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത്. കാരണം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് മറ്റ് ഏതൊരു വിശ്വാസത്തെയും അല്ലെങ്കിൽ ഏതൊരു ഐഡിയോളജിയെയും പോലെ തന്നെ സാധാരണ ഒരു ഐഡിയോളജി മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് ഞാൻ മുൻപ് പറഞ്ഞൊരു കാര്യവും ഫിന്നിയുടെ വീഡിയോയിൽ ഫിന്നി തന്നെ പറഞ്ഞ കാര്യത്തോടെ ചേർത്ത് വെക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഉത്തരം അവിടെ തന്നെയുണ്ട്. കാരണം കൃത്യമായ തെളിവുകളില്ല. ഫിന്നി തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല.
അപ്പോൾ കൃത്യമായ തെളിവുകളില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാത്തത്. ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതിൽ പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, അയാൾക്ക് ദൈവം ഉണ്ടായിരിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഇനി ആ ഒരു ദൈവം വെറുതെ ഉണ്ടായാൽ പോരാ, ആ ഉള്ള ദൈവം യഹോവയോ യേശുക്രിസ്തുവോ ഒക്കെ ആയിരിക്കണം എന്ന കാര്യത്തിലും ക്രിസ്ത്യാനിക്ക് വല്ലാത്തൊരു പിടിവാശിയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നത് ദൈവം ഉണ്ടാവരുത് എന്നുള്ളൊരു പിടിവാശി കൊണ്ടല്ല, നേരെ മറിച്ച് ദൈവത്തിനെ തെളിവുകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന ഉറപ്പ്, ആ ഒരു തെളിവുകളുടെ അഭാവം കൊണ്ടാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാത്തത്. നാളെ നേരെ മറിച്ച് ഫിന്നി കൃത്യമായ തെളിവുകളോടുകൂടി വരികയാണെങ്കിൽ എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. എനിക്ക് പിടിവാശിയില്ല, ദൈവം ഉണ്ടാവരുത് എന്ന പിടിവാശിയില്ല. തെളിവുകളില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ ഇൻടോളറൻ്റ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻടോളറൻ്റ് ആവേണ്ട കാര്യമില്ല. എനിക്ക് ജസ്റ്റ് എന്താണ് അതിന് തെളിവ് എന്നൊരു കാര്യം ചോദിക്കേണ്ടതേ ഉള്ളൂ. വിശ്വസനീയമായ തെളിവുകൾ തരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അടുത്തതായിട്ടുള്ള ഫിന്നിയുടെ ഒരു ക്ലെയിം കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തമാശയാണ് തോന്നിയത്. TPM എന്ന് പറയുന്ന പെന്തക്കോസ്റ്റൽ സഭ മെയിൻ സ്ട്രീം പെന്തക്കോസ്റ്റ് സഭയല്ല. അതിൻ്റെ കൂടെ തന്നെ ഫിന്നി പറയുന്നുണ്ട് ഫിന്നിയുടെ മെയിൻ സ്ട്രീം സഭകളുടെ കൂട്ടത്തിൽ TPM ഇല്ല. ഒന്നാമത്തെ കാര്യം ഫിന്നി മനസ്സിലാക്കേണ്ടത്, ഫിന്നിയുടെ മെയിൻ സ്ട്രീം സഭ ഏതാണെന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. ഞാൻ പെന്തക്കോസ്റ്റൽ മെയിൻ സ്ട്രീം സഭകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മെയിൻ സ്ട്രീം സഭകളെന്ന് പറയുമ്പോൾ അതിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻ ജനറലി ഒരു മനുഷ്യൻ നോക്കുമ്പോൾ മെയിൻ സ്ട്രീം എന്ന് പറയുമ്പോൾ എത്ര വർഷമായി, എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്, എത്രത്തോളം വിശ്വാസികളുണ്ട്, എത്ര ബ്രാഞ്ചസ് ഉണ്ട്, ഇൻ്റർനാഷണലി നാഷണലി എത്രത്തോളം ബ്രാഞ്ചസ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങളെ കണക്കാക്കിയിട്ടാണ് ഒരു കാര്യം മെയിൻ സ്ട്രീം ആണോ അല്ലയോ എന്ന് കണക്കാക്കുന്നത്. അവിടെ ഫിന്നിയുടെ മെയിൻ സ്ട്രീം ഏതാണ് എന്നതൊരു ചോദ്യമേ അല്ല. പ്രത്യേകിച്ച് ഞാനെന്ന വ്യക്തി പെന്തക്കോസ്തിന് പുറത്ത് നിന്ന് പെന്തക്കോസ്തിനെ വീക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ എന്നെ പോലെ പുറത്ത് നിന്ന് പെന്തക്കോസ്തിനെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് പെന്തക്കോസ്തിലെ മെയിൻ സ്ട്രീം എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായിട്ടും TPM വരും. ഇപ്പോൾ ഏതായാലും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ബയാസ്ഡ് ഒപ്പീനിയൻ ആണെന്ന് പല വ്യക്തികളും പറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും ഒരു AI യുഗമാണല്ലോ. AI യുഗത്തിലെ വളരെ പ്രസിദ്ധമായ 4 AI ടൂൾസിനോട് ഞാൻ ഇതേ ചോദ്യം വളരെ സിമ്പിളായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് നമ്മളുടെ 4 AI ടൂൾസുകൾ എന്തൊക്കെ ഉത്തരമാണ് തന്നിരിക്കുന്നതെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. വിച്ച് ആർ ദ മെയിൻ സ്ട്രീം പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ കേരള എന്ന സെയിം ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്താണ് ഞാൻ 4 AI ടൂൾസിനോടും ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യം ChatGPT തന്നിരിക്കുന്ന ഉത്തരം ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്, ദ പെന്തക്കോസ്റ്റൽ മിഷൻ, അസംബ്ലീസ് ഓഫ് ഗോഡ്, പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച്, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ ഫെലോഷിപ്പ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, അങ്ങനെ കുറച്ച് സഭകളുടെ ലിസ്റ്റാണ് തന്നത്. ഇതേ ചോദ്യം ജെമിനിയോട് ഞാൻ ചോദിച്ചപ്പോൾ ജെമിനി തന്നിരിക്കുന്ന ഉത്തരം ഇതിന് മുകളിൽ ഒരു IPC കൂടെ ഉണ്ട്. രണ്ടാമത് തൊട്ടേ തുടങ്ങിയിട്ടുള്ളൂ. ആ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നത്. IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ദ പെന്തക്കോസ്റ്റൽ മിഷൻ. പെന്തക്കോസ്റ്റൽ മിഷൻ അതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ എലോൺ മസ്കിൻ്റെ ഗ്രൂക്കിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഗ്രൂക്ക് പറയുന്നത് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ദ പെന്തക്കോസ്റ്റൽ മിഷൻ. ഈ 4 മേജർലി ഗ്രൂക്ക് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി അതുമാത്രമല്ലാതെ താഴെ സിമ്പിളായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇത് മാത്രമല്ലാതെ ഷാരോൺ ഫെലോഷിപ്പ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡും ഒക്കെ ഉണ്ടെന്ന്. അവിടെ പോലും പ്രധാനമായി പറഞ്ഞിരിക്കുന്ന 4 ഒരെണ്ണം പെന്തക്കോസ്റ്റൽ മിഷനാണ്. ഇനി അവസാനമായി പെർപ്ലക്സിറ്റിയോട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ദ പെന്തക്കോസ്റ്റൽ മിഷൻ, ഷാരോൺ ഫെലോഷിപ്പ്. അപ്പോൾ പെന്തക്കോസ്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, പെന്തക്കോസ്തിലെ മെയിൻ സ്ട്രീം സഭകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ TPMനെ ഒഴിവാക്കിയിട്ട് ഒരു ചർച്ച നടത്തുക എന്നത് അസാധ്യമായ കാര്യം തന്നെയാണ്. അവിടെ ഫിന്നിയുടെ മെയിൻ സ്ട്രീം ഏതാണ് എന്ന ചോദ്യത്തിന് യാതൊരുവിധ പ്രസക്തിയില്ല. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിയും അതൃപ്തിയും ഒക്കെ ഉണ്ടായിരിക്കും, അത് നിങ്ങളുടെ കാര്യമാണ്. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മെയിൻ സ്ട്രീം സഭകൾ ഏതാണോ അതിൽ 4 പ്രധാനമായിട്ടും പറഞ്ഞാൽ അതിൽ ഒരെണ്ണം TPM ആണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇതിനെ ഞാൻ പെന്തക്കോസ്താരുടെ ഒരു യൂഷ്വൽ ഡിഫെൻസീവ് ടാക്ടിക്സായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഏതെങ്കിലും സഭയിൽ നിന്നിരുന്ന ഒരു വ്യക്തി ആ ഒരു സഭയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് പെന്തക്കോസ്തിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ ആ ഒരു സഭയുടെ മാത്രം കുഴപ്പമാണ്, ബാക്കി സഭകൾക്കൊന്നും ഈ ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ വരുത്തി തീർത്ത് ആ ഒരു സഭയുടെ മുകളിൽ മാത്രം കുറ്റമിട്ടിട്ട് ബാക്കി എല്ലാവരെയും വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന പരിപാടി. TPM പെന്തക്കോസ്ത് സഭകളിലെ തന്നെ ഏറ്റവും അതിതീവ്ര വിശ്വാസമാണെന്ന കാര്യത്തിൽ എനിക്കും യാതൊരുവിധ ഡിസഗ്രിമെൻറ്റും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോടില്ല. പക്ഷേ എല്ലാ പെന്തക്കോസ്ത് സഭകളിലും നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ആ നിലനിൽക്കുന്ന കാര്യങ്ങളുടെ എക്സ്ട്രീമിറ്റി കുറച്ചുകൂടെ അധികം TPMൽ ഉണ്ടെന്നല്ലാതെ ബാക്കിയുള്ളിടത്ത് ഇത് ഇല്ല എന്നതല്ല അതിൻ്റെ മീനിങ്.
പിന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പല വ്യക്തികളും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അത് TPM നിന്ന് മാത്രമല്ല, AG ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്, IPC ഉണ്ട്, ഇനി ഇൻഡിപെൻഡൻറ്റ് സഭകളുണ്ട്. എല്ലാ വിഭാഗത്തിൽ നിന്നും ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവരൊന്നും റെഡി ആയിട്ടില്ല, പബ്ലിക്കലി എന്നെ പോലെ വന്ന് സംസാരിക്കാൻ റെഡി ആയിട്ടില്ല. അപ്പോൾ അവർ റെഡി ആകുന്ന സമയത്ത് അവർ ഓരോരുത്തരായിട്ട് സംസാരിച്ച് തുടങ്ങും. അപ്പം ഫിന്നിയോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 6 മാസമൊക്കെ സമയം കൊടുത്താൽ മതി. പയ്യെ AGയിലെ കഥകളും IPCയിലെ കഥകളും ഷാരോൺ ഫെലോഷിപ്പിലെയും ഇൻഡിപെൻഡൻറ്റ് സഭകളിലെയും കഥകൾ ഓരോന്നായിട്ട് അവരുടെ വ്യക്തി അനുഭവങ്ങൾ പുറത്തേക്ക് വന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും. പിന്നീട് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ എൻ്റെ ഓൺ ബ്ലഡ് റിലേഷൻ, രക്തബന്ധത്തിൽ തന്നെ IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡിലെല്ലാം പോകുന്നവരുണ്ട്. അവരുടെ എല്ലാം സഭകളിൽ ഞാൻ പോയിട്ടുണ്ട്, ഇവരുടെ കൺവെൻഷനുകളിൽ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇൻ്റർനെറ്റ് നമുക്ക് അറിയാത്ത സാധനമൊന്നുമല്ലല്ലോ, ഇൻ്റർനെറ്റിലൊക്കെ ഇവരുടെ പ്രസംഗം കേൾക്കാൻ സാധിക്കത്തില്ല. എത്രത്തോളം ഫിന്നിക്ക് ഇങ്ങനെ വെളുപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഫിന്നി പറഞ്ഞു വെക്കുന്നുണ്ട്, ഫിന്നിയുടെ മെയിൻ സ്ട്രീം പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ, അതായത് TPM ഇതര മറ്റ് പെന്തക്കോസ്റ്റൽ ചർച്ചുകളെല്ലാം ഗോസ്പൽ ഓഫ് ഗ്രേസ് ആണ് പ്രസംഗിക്കുന്നത്. ഫിന്നി ഇത്രയും വലിയൊരു കള്ളത്തരം എന്തിനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. TPM ആയിക്കോട്ടെ, IPC ആയിക്കോട്ടെ, മറ്റ് ഏത് ചർച്ചുകളായിക്കോട്ടെ, മെയിൻ സ്ട്രീമായിട്ട് നിൽക്കുന്ന ഒരു ചർച്ചുകളും ഗോസ്പൽ ഓഫ് ഗ്രേസിനെ അംഗീകരിക്കുന്നില്ല. ഗോസ്പൽ ഓഫ് ഗ്രേസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന പ്രസംഗമല്ല. കംപ്ലീറ്റ്ലി ഇനി നിങ്ങൾക്ക് പ്രവൃത്തിയേ ആവശ്യമില്ല, അതാണല്ലോ ഗോസ്പൽ ഓഫ് ഗ്രേസ്. നിങ്ങളെല്ലാവരെയും രക്ഷിക്കപ്പെടുത്തി കഴിഞ്ഞു, നിങ്ങൾക്കിനിയും പാപമില്ല എന്ന് പറയുന്നതാണല്ലോ ഗോസ്പൽ ഓഫ് ഗ്രേസ്. ആ ഒരു പ്രസംഗത്തിനെ ദുരുപദേശം എന്ന് തന്നെയാണ് IPC ആയിക്കോട്ടെ, ഷാരോൺ ഫെലോഷിപ്പ് ആയിക്കോട്ടെ, ഏത് സഭകളും മുദ്ര കുത്തുന്നത്. ഇനി അത് ഞാനായിട്ട് പറയുന്നില്ല, AG അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററിൻ്റെ പ്രസംഗം ഞാനായിട്ട് കാണിച്ചു തരാം. യേശുവിൻ്റെ കാൽവറി മരണം കൊണ്ട് ശാപങ്ങൾ മാറുന്നില്ല. യേശുവിൻ്റെ കാൽവറി മരണം കൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്നൊരു വാക്കേ ഉള്ളൂ. ജീവിത ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് ബൈബിളിൽ ഇല്ല. ഒന്നുകൂടെ ആവർത്തിക്കാം, യേശുവിൻ്റെ കാൽവറിയാൽ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്ന്. അതും കഴിഞ്ഞ ദിവസം വേറൊരു ദേവദാസൻ ഗൗരവമായി എടുക്കുന്ന കേട്ട് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തി. 2 കാര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നെ. ഏത് എന്നൊക്കെയാന്നു? ഒന്ന്, ന്യായപ്രമാണത്തിൻ്റെ ശാപം സമ്മതിച്ചു. അപ്പം ഇനി നമുക്ക് ശാപമില്ല, ന്യായപ്രമാണം വേണ്ട, പഴയ നിയമം വേണ്ട, പുതിയ നിയമം മാത്രം മതി, കൃപയാണ്, ഗ്രേസ് ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. നല്ല കാര്യം. 2ാമത്തെ ഭാഗം എന്തുവാ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ആർക്ക് കിട്ടി? ആർക്കായി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്? ഇന്ന് ടെംപ്ടേഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതിനിടയ്ക്ക് പാപത്തിൻ്റെ ഇച്ഛ അകത്തില്ലാത്ത ആരെങ്കിലും ഒരാളുണ്ടോ? അത്രയും ശാപമേ ന്യായപ്രമാണത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. കുറച്ചുകൂടെ ഞാനൊന്ന് മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളും ഓൺലൈനിൽ വരാറില്ല. ഓൺലൈനിലുള്ളതിൽ ഈ ഓരോ സഭകളിൽ, ഫിന്നിയുടെ മെയിൻ സ്ട്രീം സഭകളിലെ പാസ്റ്റർമാർ ഗോസ്പൽ ഓഫ് ഗ്രേസിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ഓരോ സഭയിലെ ഓരോരുത്തരുടെ എടുത്തു വെച്ച് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ അസാധ്യമായിട്ടുള്ള കാര്യമല്ല. ഓൺലൈനിൽ ഈ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. ഫിന്നി പറയുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും സത്യസന്ധതയുള്ളത് നന്നായിരിക്കും ഫിന്നി. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഇൻ്റർനെറ്റ് യുഗത്തിലൊക്കെ ജീവിക്കുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ ഇൻ്റർനെറ്റിൽ നിങ്ങൾ തന്നെ പരസ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ടാകില്ല, ജസ്റ്റ് അതൊന്ന് എടുത്ത് കാണിച്ച് തെളിയിച്ചാൽ മാത്രം മതി. ഇത്രയും നേരം സംസാരിച്ചത് പാർട്ട് 1 ആണെങ്കിൽ പാർട്ട് 2ലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കൃത്യമായിട്ടൊരു വാണിംഗ് തരാനായിട്ടുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകൾ, ഹൃദ്രോഗമുള്ള വ്യക്തികൾ, അങ്ങനെയുള്ളവരാണ് ഇനിയും ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ബൈബിള് കാര്യമായിട്ടൊന്നും വായിച്ചിട്ടില്ല. ഞാൻ പറയുന്നത്, സംസാരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഇവിടെ ഞാൻ കണ്ട കുറച്ച് വീഡിയോയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ബൈബിൾ വായിച്ചപ്പോൾ അതിലുടനീളം ക്രൂരനായ ഒരു ദൈവത്തെയാണ് ഞാൻ കണ്ടത് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് കുറച്ച് തെള്ളിമറിച്ചതാണെന്നാണ് ഫിന്നി പറഞ്ഞിരിക്കുന്നത്. ഫിന്നിയെ സംബന്ധിച്ചിടത്തോളം ഫിന്നി വായിച്ച ബൈബിളിൽ ഒരു സർവ്വകാരുണ്യവാനും സ്നേഹവാനുമായ ദൈവത്തെ മാത്രമേ ഫിന്നി കണ്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ക്ലെയിം ഫിന്നി മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിനെ ബൈബിൾ വായിച്ച് തന്നെ അതിനൊരു ഉത്തരം തരുന്നതായിരിക്കും ഏറ്റവും നല്ല സൊല്യൂഷൻ. അപ്പോൾ അതിനായി നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 ശമൂവേൽ 15 2-3 വാക്യങ്ങൾ വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്കർ അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ച് കളക.
ഇത് ശൗൽ രാജാവിനോട് ശമൂവേൽ പ്രവാചകൻ വഴി യഹോവ അരുളി ചെയ്ത കാര്യമാണ്. ശൗല് പക്ഷേ യഹോവയെപ്പോലെ അത്രയും വലിയൊരു സൈക്കോപാത്ത് അല്ലാത്തത് കൊണ്ട് കുറച്ച് ആടുമാടുകളെയും ആഗാഗിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ജീവനോടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് യഹോവ പിണങ്ങുന്നുണ്ട്. ശൗലിനെ അതുകൊണ്ട് രാജസ്ഥാനത്തു നിന്നൊക്കെ നീക്കുന്നുണ്ട്. അതുമാത്രമല്ലാതെ ആഗാഗിനെ ശമൂവേൽ പ്രവാചകൻ വന്ന് തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞു എന്നാണ് അതിൽ തന്നെ പിന്നീടുള്ള ഭാഗത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇതാണ് ഫിന്നി കണ്ട സ്നേഹവാനായ ദൈവം. വലിയ ആളുകളെ നമുക്ക് വിട്ടേക്കാം, കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കന്നുകാലികളെ സഹിതം കൊന്നുകളയാൻ പറയുന്നൊരു ദൈവം. സ്നേഹമാണ് ഈ ദൈവം. ഇനിയും അടുത്തതായി ആവർത്തന പുസ്തകം 20:16-17. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ജാതികളുടെ പട്ടണങ്ങളിലോ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോടെ വെക്കാതെ ഹിത്യർ, അമോര്യർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശപഥാർപ്പിതമായി സംഹരിക്കണം. ഇത് യഹോവ മോശയോട് അരുളി ചെയ്യുന്നതാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ശ്വസിക്കുന്ന ഒരു സാധനത്തിനെ പോലും ജീവനോടെ വിട്ടേക്കരുതെന്നാണ് സ്നേഹവാനായ യഹോവ അരുളി ചെയ്യുന്നത്. ശ്വസിക്കുന്ന സ്നേഹവാനായ ദൈവം. സ്നേഹവാനായ ദൈവത്തിൻ്റെ അടുത്ത കുൽസിതം യോശുവ 6:20-21 അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ടു അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, ആടുമാട്, കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെയും അവർ വാളിൻ്റെ വായ്ത്തലയാൽ അശേഷം സംഹരിച്ചു. പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, കഴുത, ആടുമാട് എന്ന് പറയുന്ന എല്ലാ സാധനത്തെയും നല്ല മൂർച്ചയുള്ള വാളിന് ഇങ്ങനെ വെട്ടി കൊന്ന കഥയാണ് സ്നേഹത്തിൻ്റെ യഹോവ. അടുത്തതായി യോശുവ 10:40. ഇങ്ങനെ യോശുവ മലനാട്, തെക്കേ ദേശം, താഴ്വീതി, മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തനെയും ശേഷിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. ഇവിടെ മലയാളം ട്രാൻസ്ലേഷനിലേക്ക് വന്നപ്പോഴാണ് എല്ലാത്തിനെയും നിർമൂല്യമാക്കി എന്ന് മാത്രം എഴുതി വിട്ടിരിക്കുന്നത്. കൃത്യമായും എബ്രായ ഭാഷയിൽ, ഇത് എബ്രായ ഭാഷയിലാണല്ലോ ഒറിജിനലായിട്ട് എഴുതിയിരിക്കുന്നത്, എബ്രായ ഭാഷയിൽ ശ്വസിക്കുന്നതിനെ എല്ലാം നിർമൂലമാക്കി എന്നാണ്. അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോഴും അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹി ഡിസ്ട്രോയിഡ് ഓൾ ഹൂ ബ്രീത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്വസിക്കുന്ന എല്ലാത്തിനെയും വീണ്ടും കൊല്ലാൻ അരുളി ചെയ്തിരിക്കുന്ന യഹോവ. ഈ സ്നേഹത്തിൻ്റെ വചനങ്ങളെല്ലാം കൂടെ വായിച്ചിട്ട് ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ച് തളരുന്നുണ്ട്. അടുത്തതായി യോശുവ 11:10-15 വരെ. യോശുവ ആ സമയം തിരിഞ്ഞ് ഹാസോർ പിടിച്ചു, അതിലെ രാജാവിനെ വാൾ കൊണ്ട് കൊന്നു. ഹാസോർ മുമ്പേ ആ രാജ്യങ്ങൾക്ക് ഒക്കെയും മൂലസ്ഥാനമായിരുന്നു. അവർ അതിലെ സകല മനുഷ്യരെയും വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി. ആരും ജീവനോടെ ശേഷിച്ചില്ല. അവൻ ഹാസോരിനെ തീ കൊടുത്ത് ചുട്ടുകളഞ്ഞു. ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെ ഒക്കെയും യോശുവ പിടിച്ചു വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കിക്കളഞ്ഞു, യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ. എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങളൊന്നും ഇസ്രായേൽ ചുട്ടുകളഞ്ഞില്ല. ഹാസോർ മാത്രമേ യോശുവ ചുട്ടുകളഞ്ഞുള്ളൂ. ഈ പട്ടണങ്ങളിലെ കൊള്ളയൊക്കെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്കു തന്നെ എടുത്തു. എങ്കിലും മനുഷ്യരെയൊക്കെയും അവർ വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ആരെയും ജീവനോടെ ശേഷിപ്പിച്ചില്ല. യഹോവ തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശെ യോശുവയോട് കൽപ്പിച്ചു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല. സ്നേഹവാനായ ദൈവത്തിന് സ്തുതി. അടുത്തതായി സംഖ്യാപുസ്തകം 31:14-18 വരെ വായിക്കാം. എന്നാൽ മോശെ യുദ്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ സൈന്യാധിപന്മാരോട് കോപിച്ച് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു. എന്ത് തോന്നിയാസമാടാ നീയൊക്കെ കാണിച്ചിരിക്കുന്നത്? ഇവരത്രേ പെയോരിൻ്റെ സംഗതിയിൽ ബിലയാമിൻ്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധയുണ്ടാവാനും ഹേതുവായത്. ആകയാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊക്കെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകളവിൻ. പുരുഷനോടുകൂടെ ശയിക്കാത്ത
പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചുകൊള്ളുവിൻ. ഈ സാധനം വായിക്കുമ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ആ ജീവനോടെ ശേഷിപ്പിച്ചിട്ടുള്ള പുരുഷന്മാരോടുകൂടി ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെക്കുറിച്ചാണ്, അവരുടെ ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ്. ആ കുഞ്ഞു കുട്ടികളിലെ ആൺകുട്ടികളെല്ലാം കുന്നുകളെയും പറഞ്ഞിട്ടുണ്ട്. അവരുടെ സഹോദരന്മാരുണ്ടെങ്കിൽ ആ ഒരു കൊച്ചു കുഞ്ഞിനെയും അവൻ്റെ അപ്പനെയും അമ്മയും ആണുങ്ങളെയും എല്ലാവരെയും കൺമുൻപിലിട്ട് വെട്ടിക്കൊന്നിട്ട് ആ ഒരു ട്രോമയോടുകൂടി അവർ ജീവിച്ചിരിക്കുക. ആ ഒരു മാനസികാവസ്ഥയാണ് എനിക്കെപ്പോഴും ഈ സാധനം വായിക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഇതിനെയാണ് സ്നേഹവാനായ ദൈവം എന്ന് പറയുന്നത്. അവസാനമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിങ്ങനെ വായിക്കുവാണെങ്കിൽ വായിച്ചു പോകാം. പക്ഷേ നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു അവസാനം വേണമല്ലോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ലോങ് ആയി പൊക്കൊണ്ടേയിരിക്കും. പുറപ്പാട് 32:27-28. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ വാൾ അരയ്ക്ക് കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനെയും താന്താൻ്റെ സ്നേഹിതനെയും താന്താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. ഏകദേശം 3000-ഓളം പേരെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അത് ആരെയാണ് കൊല്ലുന്നത്? ഒരാൾ ചെന്നിട്ട് സ്വന്തം സഹോദരനെ, സ്നേഹിതനെ, കൂട്ടുകാരനെയൊക്കെയാണ് ഒരു ദാക്ഷിണ്യമില്ലാതെ വെട്ടിക്കൊല്ലുന്നത്. അതും ഇത് വെറുതെ വെട്ടിക്കൊല്ലുകയായിരുന്നില്ല, ഒരു പുരോഹിത വർഗത്തിന് ഓർഡിനേഷൻ കൊടുക്കാനുള്ള ഒരു കർമ്മമായിരുന്നു ഇത്. നമ്മളിപ്പോൾ പൊതുവിൽ കാണാറുണ്ട്, പള്ളിയിലച്ചനാകാനും അല്ലെങ്കിൽ പാസ്റ്ററാകാനും ഒക്കെ ഒരു പ്രത്യേക ഒരു കർമ്മമുണ്ട്. ഒരു ഓർഡിനേഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഓർഡിനേറ്റ് ചെയ്ത് ആ ഒരു സ്ഥാനത്തേക്ക് ആരോഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന കൂട്ട് ഇങ്ങനെ വെട്ടിക്കൊന്നാണ് അവർക്ക് ലേവ്യർ പുരോഹിത വർഗമാകാനുള്ള അവരുടെ കഴിവ് തെളിയിച്ചത്. 3000-ഓളം സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും കൂട്ടുകാരെയും വെട്ടിക്കൊന്നിട്ടാണ് പുരോഹിത വർഗമായി യഹോവ ലേവ്യരെ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് ഞാൻ കൃത്യമായി ആദ്യം തന്നെ ഈ ഒരു പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാണിംഗ് തന്നതെന്ന് ഇപ്പം മനസ്സിലായി കാണും. ഒരു കൊച്ചുകുട്ടിക്ക് യാതൊരു കാരണവശാലും വായിക്കാൻ അനുവദിച്ചുകൂടാത്തൊരു പുസ്തകമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. ഇതിലെ വയലൻസ് മാത്രമല്ല, ബാക്കി കുറേ ഭാഗങ്ങളുണ്ട് 18+ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതേപോലെയുള്ള ഇത്രയും തോന്നിവാസവും നീചത്വവും വൃത്തികേടുകളും എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിനെയാണ് വിശുദ്ധ വേദപുസ്തകം, ഹോളി ബൈബിൾ, സത്യവേദ പുസ്തകം എന്നൊക്കെ ഇവർ കാറ്റഗറൈസ് ചെയ്ത് പേരൊക്കെ ഇട്ട് നെഞ്ചത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ക്രൂരനെന്ന് ഞാൻ വിളിച്ചത് വളരെ കുറഞ്ഞുപോയി. സൈക്കോപാത്തായ ദൈവമെന്നാണ് കൃത്യമായും പറയേണ്ടത്. ഞാൻ ഈ വായിച്ച വേദഭാഗങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിലെ വേദഭാഗങ്ങൾ തന്നെയാണ്. ഇനിയിപ്പം എനിക്ക് തെറ്റുപറ്റി വേറെ ഏതെങ്കിലും വേദപുസ്തകമാണോ, ഫിന്നി ഉപയോഗിക്കുന്ന വേറെ വല്ല വേദപുസ്തകമാണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി അയച്ചു തന്നാൽ അതിൽ നിന്ന് ഞാൻ വായിച്ചിട്ട് വേണേൽ സംസാരിക്കാം. ചിലപ്പോൾ അങ്ങനെയാണെങ്കിലോ തെറ്റിപ്പോയത്. ഇത്രയും വേദഭാഗം കേൾക്കുമ്പോൾ വിശ്വാസികളെല്ലാം ഇപ്പോൾ കമൻറ്റ് ബോക്സിലേക്കുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. അവിടെ ചെന്നിട്ട് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫിന്നി അടുത്ത വീഡിയോയ്ക്കുള്ള പ്രിപ്പറേഷനിലായിരിക്കും. നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്നതും അല്ലെങ്കിൽ ഫിന്നി ഇതിന് പറയാൻ പോകുന്ന ന്യായീകരണവും ഇതൊക്കെ പഴയ നിയമമല്ലേ? പഴയ നിയമത്തിലെന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനായി കൊടുത്തിട്ടുള്ളതാണ്. ഇസ്രായേൽ ജനങ്ങൾ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുതിയ നിയമത്തിൻ്റെ ആൾക്കാരാണ്. നമ്മൾ യേശുവിലാണ് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ന്യായീകരണമായിട്ട് വരുന്നതിന് മുമ്പായി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ പഴയ നിയമത്തിൽ കാണുന്ന യഹോവയായ ദൈവം, യേശുക്രിസ്തു പോലും പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു യഹോവയോടാണ്. ഈ യഹോവ നിങ്ങളുടെ ദൈവമാണോ? ഫിന്നി ആയിക്കോട്ടെ, അതുമാത്രമല്ലാതെ പെന്തക്കോസ്തുകാരോ മറ്റേത് ക്രിസ്ത്യാനിയോ ആയിക്കോട്ടെ, ഈ യഹോവ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ദൈവമാണോ അല്ലയോ? എനിവേ, എനിക്ക് തോന്നുന്നില്ല പെന്തക്കോസ്തുകാർക്ക് യഹോവയെ തള്ളിക്കളയാൻ സാധിക്കുമെന്ന്. കാരണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് യഹോവയെ നിങ്ങൾക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ദൈവത്തിനെക്കുറിച്ച് ബൈബിളിൽ തന്നെ പറയുന്നത് ഗതിഭേദത്താൽ അച്ഛാദനമില്ലാത്ത ദൈവമെന്നാണ്. അതായത് അയാൾ ഒരിക്കലും ചേഞ്ച് ആകുന്ന ഒരു വ്യക്തിയല്ല. അയാളുടെ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ദൈവം. അപ്പോൾ ഈ ഗതിഭേദത്താൽ അച്ഛാദനമില്ലാത്ത ദൈവമാണെങ്കിൽ അയാളുടെ മൊറാലിറ്റി ഒരിക്കലും ചേഞ്ച് ആവാൻ പാടില്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം യഹോവ നേരിട്ട് അരുളി ചെയ്തതാണ്. ഈ നേരിട്ട് അരുളി ചെയ്തിരിക്കുന്നത് 10 കൽപ്പന കൊടുത്തതിന് ശേഷമാണ്. 10 കൽപ്പനയിൽ 6ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് കുല ചെയ്യരുത് എന്നാണ്. കുല ചെയ്യരുത് എന്ന കൽപ്പന കൊടുത്തിട്ട് യഹോവ തന്നെ എങ്ങനെ മനുഷ്യരോട് കൊല ചെയ്യാൻ പറയാൻ സാധിക്കും പുള്ളിക്ക്?
ഇനി ഇതെല്ലാം പുള്ളിക്കാരൻ്റെ ന്യായവിധിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇത്രയും സർവ്വശക്തനായ ഈ യൂണിവേഴ്സിനെ എല്ലാം പടച്ചൊരു ദൈവത്തിന്, നോഹയുടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ മനുഷ്യരെല്ലാം കൊല്ലാൻ കഴിവുള്ള ഒരു ദൈവത്തിന് എന്തുകൊണ്ട് മനുഷ്യരോട് പറഞ്ഞ് ഇങ്ങനെ കൊല ചെയ്യാൻ ആഹ്വാനം നടത്തുന്നു? നിങ്ങൾ കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള യഹോവ അതേ മനുഷ്യരോട് തന്നെ നിങ്ങൾ പോയി വെട്ടിയും കുത്തിയും ശ്വസിക്കുന്നതിനെ എല്ലാത്തിനെയും തീർത്ത് കളയാൻ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത്രയും ക്രൂരത നിറഞ്ഞ, ഇത്രയും രക്തക്കൊതിയനായ ഒരു ദൈവത്തിനെ എനിക്ക് മനസ്സിലാകുന്നില്ല ഫിന്നിക്ക് എങ്ങനെ ഈ ദൈവത്തെ സ്നേഹവാനായ ദൈവം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു എന്നത്. ഇനി അവസാനമായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. പലയിടത്തായിട്ട് ഫിന്നി റാഷണൽസിനെ ഒക്കെ പറയുന്ന പോലെ തന്നെ ഞാൻ പൂർണ്ണമായും ഒരു നിരീശ്വരവാദിയായി ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എവിടെയൊക്കെയോ കുറച്ച് സത്യസന്ധതയൊക്കെ ഉണ്ടെന്ന് ഫിന്നിക്ക് തോന്നി എന്നൊക്കെ പറയുന്നു. ഫിന്നിയുടെ സത്യസന്ധത നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അറിയാതെയല്ല ഫിന്നി ഇവിടെ വന്ന് സംസാരിക്കുന്നത് എന്ന് പൂർണ്ണ ഉറപ്പുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് സംസാരിക്കുന്നതാണോ ഫിന്നിയുടെ സത്യസന്ധത? പിന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ എനിക്ക് ഫിന്നിയെ കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. കാരണം വിശ്വാസിയായിരുന്ന കാലത്ത് എൻ്റെ മൈൻഡ് സെറ്റ് ഇത് തന്നെയായിരുന്നു. കാരണം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. എൻ്റെ കമൻറ്റിലൊക്കെ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഓഫൻ കാണാൻ പറ്റുന്ന ഒരു കമൻറ്റാണിത്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നത് നിരനിരയായിട്ട് കുറേ കമൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, അതിൽ പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരനെ സംബന്ധിച്ചിടത്തോളം, അവൻ ഓൾറെഡി പ്രീസെറ്റായിട്ട് ഒരു നിരീശ്വരവാദിയെ അല്ലെങ്കിൽ ഏത്തിസ്റ്റിനെ, റാഷണലിനെ കാണുന്നത് ഒരു മൂഢനായിട്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വ്യക്തികൾ സത്യസന്ധതയില്ലാത്ത, മൊറാലിറ്റി ഇല്ല എന്നൊക്കെ വലിയ രീതിയിൽ വാദിക്കുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അതേപോലെ മോറൽ വാല്യൂസ് ഒന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒട്ടനവധി ആളുകളാണ് ഈ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദികളായിട്ടുള്ളവർ. അപ്പം അവർക്ക് സത്യസന്ധത ഇല്ല എന്നൊരു തോന്നലൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. എനിക്ക് ഫിന്നിയോട് പറയാനുള്ളത് 100% സത്യസന്ധനായതുകൊണ്ടാണ് എനിക്കിപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്തത്. 99.99% വിശ്വാസികളും ചെയ്യുന്ന പോലെ പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന പ്രസംഗവും കേട്ട് ഓൾറെഡി പ്രീസെറ്റ് മൈൻഡ് സെറ്റിൽ ബൈബിൾ ഏറ്റവും വലിയ ശരിയാണെന്ന രീതിയിൽ കുത്തിയിരുന്ന് വായിക്കാതെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന രീതിയിൽ മനസ്സിലാക്കാനായി ഞാൻ ബൈബിളിനെ വായിച്ചു. അതിലെ ഓരോ അധ്യായങ്ങളും ആരെഴുതി, എപ്പോൾ എഴുതി, എന്തിനെഴുതി, എത്ര കാലയളവ് കൊണ്ട് എഴുതി, കാലയളവുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ട്രാൻസ്ലേഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്ന ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാനൊരു ഏത്തീസ്റ്റാണ്, ഞാനല്ലെങ്കിൽ 10 വർഷം പാരമ്പര്യമുള്ള, 20 വർഷം പാരമ്പര്യമുള്ള, 2 തലമുറ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ് എനിക്ക് എവിടെയും ഞെളിയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റേതായ ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ആ ബോധ്യം വെറുതെ ഒരു ദിവസം കൊണ്ട് ആരോ പറഞ്ഞ് സ്പൂൺ ഫീഡ് ചെയ്ത് തലയിലിട്ട് തന്ന ഒരു ബോധ്യമല്ല. ഞാൻ എൻ്റേതായ അറിവ് കൊണ്ട് ഞാൻ വായിച്ചും കണ്ടും അറിഞ്ഞും ആളുകളോട് ഇടപഴകിയും മനസ്സിലാക്കിയെടുത്തൊരു ബോധ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആശിക്കുന്നതിൻ്റെ ഉറപ്പായ ആ ഒരു വിശ്വാസത്തിൻ്റെ ആവശ്യം എനിക്കില്ല. ഈ ബോധ്യം വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും ബെസ്റ്റ് പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് വിശ്വാസികൾ, അവർ ജാതികളോ സമുദായക്കാരോ മോശപ്പെട്ടവരോ എന്നൊക്കെ കുറഞ്ഞവരോ കൂടിയവരോ ഒന്നുമല്ല. വിശ്വാസിയാണെങ്കിലും ശരി, അവിശ്വാസിയാണെങ്കിലും ശരി, ക്രിസ്ത്യാനിയാണെങ്കിലും ശരി, ഹിന്ദു ആണെങ്കിലും ശരി, ആരാണെങ്കിലും എൻ്റെ മുന്നിൽ ഒരു വ്യക്തി വന്ന് നിൽക്കുമ്പോൾ അയാൾ എനിക്കൊരു മനുഷ്യനാണ്. അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് വരുന്നൊരു പ്രശ്നം മാത്രമാണ്. അതൊരു ദൈവകോപമോ ദൈവശാപമോ ദൈവത്തിൻ്റെ പരീക്ഷണമോ ആയി ഞാൻ കാണാറില്ല. എന്നാൽ കഴിയുന്ന വിധം അയാൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യും. അതാണ് എന്നിൽ വന്ന മാറ്റം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഫിന്നിയോട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യത്വമാണ് എൻ്റെ മൂല്യം. ആ മൂല്യം നിങ്ങളുടെ ഈ പറഞ്ഞ ദൈവം, ഈ സ്നേഹവാനായ ദൈവത്തിൻ്റെ മൂല്യങ്ങൾക്കുമൊക്കെ വളരെ മുകളിലാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫിന്നി, എൻ്റെ സത്യസന്ധത വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ടോളറൻ്റായിട്ടിരിക്കുന്നത് ക്രിസ്തീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. മനുഷ്യത്വം എന്ന മൂല്യം ഈ ഒരു വിശ്വാസം വിട്ടു കഴിഞ്ഞപ്പോൾ എന്നിൽ അധികമായി വരാൻ തുടങ്ങി. ആ ഒരു മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നല്ലൊരു മനുഷ്യനായിട്ടിരിക്കുന്നത്. മനുഷ്യത്വത്തിന് പ്രയോറിറ്റൈസ് ചെയ്ത് ജീവിക്കാനായി എനിക്ക് ഒരിക്കലും ഏൻഷ്യൻ കാലത്തെ ഒരു കിതാബിൻ്റെ ആവശ്യമില്ല. പിന്നെ ഫിന്നിയുടെ കുറച്ച് കമൻസിലൊക്കെ ഞാൻ കണ്ടിരുന്നു, നമ്മളുടെ ചെറുപ്പക്കാർക്കൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയണം, അതുകൊണ്ടാണ് അവർ ഈ സാധനമെല്ലാം വിട്ടുപോകുന്നത്, മൂല്യച്യുതി അങ്ങനെയാണ് ഉണ്ടാകുന്നത്.
ഫിന്നിക്ക് ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഫിന്നി തന്നെ പറയുന്നത് ദൈവത്തിനെ വസ്തുതാപരമായി നമുക്ക് പഠിക്കാൻ കഴിയത്തില്ല, അനുഭവത്തിലൂടെ മാത്രമേ പഠിക്കാൻ കഴിയൂ എന്നാണ്. എനിക്കപ്പോൾ ഫിന്നിയോട് ചോദിക്കാനുള്ളത്, ഈ ഹിന്ദുക്കളിലും ഈ അനുഭവമുണ്ട്, മുസ്ലിമുകൾക്കും ഈ അനുഭവമുണ്ട്, ബാക്കി ഏത് മതവിഭാഗക്കാർക്കും ഉണ്ട് ഈ അനുഭവം. ഇപ്പോൾ ഹിന്ദുക്കളെ നോക്കുകയാണെങ്കിൽ അവർ ശൂലമൊക്കെ കുത്തിയിട്ട് റോഡിൽ കൂടെ ചാടി ഓടി നടക്കുമ്പോൾ അവർ വേറൊരു ട്രാൻസ് ലെവലിലാണ്. നിങ്ങളുടെ ഈ അന്യഭാഷ അല്ലെങ്കിൽ ആത്മാഭിഷേകം എന്നൊക്കെ പറയുന്ന അതേ ഒരു ലെവലിലാണ് അവരവിടെ ഫീൽ ചെയ്യുന്നത്. തെയ്യം പോലെയുള്ള കലാരൂപങ്ങൾ വരുമ്പോൾ അവർ വന്നിട്ട് പ്രവചനങ്ങളൊക്കെ നടത്താറുണ്ട്. ആ പ്രവചനം നിങ്ങൾക്ക് സമാനമായിട്ടുള്ള കാര്യം തന്നെ, അവർക്കത് അനുഭവമല്ലേ. അവരുടെ അനുഭവങ്ങളിലൂടെയുള്ള അവരുടെ ദൈവങ്ങളെ തന്നെയല്ലേ അവിടെയും കാണുന്നത്. അപ്പം ഒരേ അനുഭവം അങ്ങനെ രണ്ടിടത്ത് വരുന്നു. അപ്പോൾ ഹിന്ദു ദൈവമാണോ ശരി, ക്രിസ്ത്യൻ ദൈവമാണോ ശരി? അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ മനസ്സിലാക്കിയോണ്ടാണ് നമ്മുടെ ലോകത്ത് ഈ കാണുന്ന എണ്ണമറ്റ മതങ്ങളും ദൈവങ്ങളും ഉണ്ടായത്. എനിവേ, ഇത് കുറേ ലോങ്ങായി പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.